കണ്ണൂർ കൊട്ടിയൂർ പന്നിയമ്മലയിൽ കടുവ കുടുങ്ങി. കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ അകപ്പെട്ടത്. വനംവകുപ്പ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അർജുൻ ചേരുന്നുണ്ട്. കണ്ണൂർ അർജുൻ, കേൾക്കുന്നുണ്ടോ? കടുവ കമ്പിവേലിയിൽ കുടുങ്ങിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശിവദാസ്, ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ കടുവ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങുന്നത്. അതായത് കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിലാണ് സംഭവം. അതായത് രാവിലെ ഇത്തരത്തിൽ അവിടേക്ക് ആളുകൾ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ കടുവ കുടുങ്ങിയതായി കണ്ടത്. പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് മറ്റുള്ളവർക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അതായത് ആ ഒരു ഭാഗത്തേക്ക് വനംവകുപ്പ് എത്തി സുരക്ഷാ വലയം തീർത്തിരിക്കുന്നു. അപ്പുറത്തേക്ക് ആളുകൾക്ക് ചെല്ലാൻ കഴിയില്ല. കാരണം കടുവ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ആളുകളെ അങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ വനംവകുപ്പ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ തൊട്ടടുത്ത് തന്നെ കാട് പിടിച്ച പ്രദേശമാണ്. നമുക്കറിയാം, കൊട്ടിയൂർ എന്ന് പറയുന്നത് കാടുള്ള പ്രദേശമാണ്. ഇവിടെ ഇതിനു മുൻപും കടുവ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങിയത് സാധാരണമാണ്. ആനയടക്കം ഇറങ്ങുന്നത് സാധാരണമാണ്. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തുടർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ വ്യക്തമായിട്ടുള്ള ഒരു നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. നമ്മളിപ്പോൾ നാട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഇത്തരത്തിൽ നിരന്തരം വന്യജീവികൾ ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. അതായത് കൃഷിനാശം അടക്കമുള്ളവർ അല്ലെങ്കിൽ ആളപായം അടക്കമുള്ളത് അനുഭവിക്കുകയാണ്. ഇത്തരത്തിലാണ് ഇന്ന് രാവിലെ അവസാന സംഭവം എന്താണ്, ഒടുവിലത്തെ സംഭവം എന്നോണം ഇത്തരത്തിലൊരു കടുവ കുടുങ്ങുന്നത്. അതായത് ആ പന്നിയാമലയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കുടുങ്ങുന്നത്. അതായത് സ്വകാര്യ വ്യക്തി അവിടെ ഒരു കമ്പിവേലി സ്ഥാപിച്ചിരുന്നു. ആ കമ്പിവേലിയിലാണ് ആ കടുവ കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കടുവയെ പുറത്തെടുക്കണമെങ്കിൽ ഇനി ഇനി എന്താണ് മാർഗമെന്നാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. മയക്കുവെടി വെക്കാനാണോ, മയക്കുവെടി വെക്കണോ എന്നുള്ള ഒരു ആലോചനയും വനംവകുപ്പിന്റെ ആ ഭാഗത്തു നിന്നുണ്ട്. അത്തരത്തിൽ മയക്കുവെടി വെക്കണമെങ്കിൽ വയനാട്ടിലെ അടക്കം സാഹചര്യങ്ങൾ പരിശോധിച്ച്, അതായത് അത്തരത്തിലുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള വനപാലകരുടെ ഒരു സമീപനം. അതായത് അത്തരത്തിൽ കഴിഞ്ഞ തവണ തന്നെ ഈ മയക്കുവെടി വെച്ച് ആനയെ പിടിച്ചതിലടക്കം വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അതിലെ ഡോസിനെ സംബന്ധിച്ച്, അതായത് മയക്കുമരുന്ന് ഇതിലെ മയക്കുവെടിയിലെ ഡോസിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ കടുവയുടെ ആരോഗ്യനില കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ മയക്കുവെടി വെക്കണോ എന്നുള്ളത് തീരുമാനിക്കുക. അല്ലെങ്കിൽ വല ഉപയോഗിച്ച് പിടിക്കുകയാണോ, അത്തരത്തിലേക്കാണോ നീങ്ങുക എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കടുവയുടെ ആരോഗ്യനിലയും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുക. ഇപ്പോൾ എന്തായാലും ഇവിടെ വനപാലകർ എത്തിയിട്ടുണ്ട്. വനപാലകർ നിരീക്ഷിക്കുകയാണ്. അതായത് കടുവയെ എത്തരത്തിലാണ് പിടികൂടേണ്ടത് എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ വനപാലകരുള്ളത്. അർജുൻ, മനസ്സിലാക്കുന്നത് കണ്ണൂരിലെ ഈ സ്ഥലം പന്നിയർമല സാധാരണ ഒരു കൂടുതൽ ജനവാസ മേഖലയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ തുടർച്ചയായി ഇത്തരത്തിൽ ഒരു വന്യജീവി ശല്യം ഉള്ള ഒരു മേഖലയാണോ? തീർച്ചയായും ശിവദാസ്, ഈ കൊട്ടിയൂർ എന്ന് പറയുന്നത് തീർച്ചയായും ഈ പന്നിയാർമല എന്ന് പറയുന്നത് കൊട്ടിയൂരുള്ള ഒരു സ്ഥലമാണ്. കണ്ണൂരിലെ കൊട്ടിയൂരുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം വയനാട്ടിലേക്ക് കയറുന്ന പാൽച്ചുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വനമേഖലയാണ്. കൂടുതലും കർഷകരുള്ള ഒരു മേഖല കൂടിയാണ്. കൂടുതൽ കൃഷിയിടങ്ങളുള്ള മേഖലകൾ കൂടിയാണ്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കർഷകർക്കും അതുപോലെ തന്നെ മറ്റുള്ള ജനജീവിതം നയിക്കുന്നവർക്കും വലിയ രീതിയിലുള്ള ഒരു ദുസ്സഹമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഈ വന്യജീവി ശല്യം മാറുന്നത്. ഇതിനു മുൻപും ഇവിടെ അടക്കം കാട്ടാന ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികൾ ഇറങ്ങുന്നത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കൊട്ടിയൂർ ഭാഗത്തടക്കം കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നമ്മൾ നേരത്തെ തന്നെ എപ്പോഴും പറയുന്നതാണ്, വയനാട്ടിലടക്കം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ, കടുവ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ കാട്ടാന അടക്കം ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് വന്നതിന് ശേഷം അല്ലെങ്കിൽ കടുവ ഇറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ മറ്റൊരു വന്യജീവി ഇറങ്ങിയതിനു ശേഷം അതിനെ പ്രതിരോധിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് ഇവരെ ഈ ഒരു ജീവികളെ ഇങ്ങോട്ട് ഇറക്കാതെ അല്ലെങ്കിൽ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് ഇറക്കാതെ അവരെ കാട്ടിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വേണ്ടതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. വയനാട്ടിലെ ഈ സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ വയനാട്ടിൽ ഉണ്ടായിരുന്നു. ഇതുവരെയും ആ കാട്ടാനയെ പിടികൂടാൻ പോലും വനംവകുപ്പിന് ആയിട്ടില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനമായിട്ട് വരുന്നത്. അതായത്
റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ച ആ ഒരു കാട്ടാനയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുവ കൂടി ഈ കണ്ണൂർ ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. കണ്ണൂരിലെ കൊട്ടിയൂർ പന്നിയമലയിൽ കടുവ കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയിരിക്കുന്നു. ഇതിന്റെ തുടർ നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നു. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും അർജുൻ PS നൽകിയത്.